ഹലോ ഹായ് അസ്സാം വലൈക്കും. ഞാനങ്ങനെ നെസ്റ്റോ പാചകറാണി സീസൺ 2 മത്സരിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സെലക്ഷൻ കിട്ടി നമ്മൾ നെസ്റ്റോയിലെത്തിയിട്ടുണ്ട് കേട്ടോ. സമയം 1:30 മണിക്കാണ് റിപ്പോർട്ടിംഗ് ടൈം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 12 ആയപ്പോഴേക്കും അവിടെ എത്തി. പിന്നെ ഇതാ ഞങ്ങളെല്ലാ സാധനങ്ങളും പാത്രങ്ങളും ബാഗും കാര്യങ്ങളും എല്ലാം ഒരു ട്രോളിയിലാക്കി ഞങ്ങൾ അവിടെ കസ്റ്റമർ സർവീസിൽ ഏൽപ്പിക്കുകയാണ്. അതിനുശേഷം ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഫുഡ് കോർട്ടിലും കൂടി പോകണം. അപ്പോൾ ഞാനുണ്ട്, ഷഹലുണ്ട്, പിന്നെ ഇതാ ആലപ്പുഴയിലുള്ള സഹറിയും കൂടിയുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരുപാട് നാളായി കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നു. എന്താണ് പേര്? എവിടെ നിന്നാണ്? എന്ത് വീട്ടിലെ കാറ്ററിംഗ് സർവീസ് നടത്തുന്നുണ്ടോ? പറഞ്ഞോളൂ. നമ്മള് തുടങ്ങിയതാണ്. നാരങ്ങച്ചാറ്, മാങ്ങച്ചാറ്, നെല്ലിക്കച്ചാറ്. ഇപ്പോൾ 30 തരം അച്ചാറുകൾ ഇടുന്നുണ്ട്. കോട്ടക്കൽ ഭാഗത്ത് ആർക്കും ഓക്കെ, എല്ലാവർക്കും കോൺടാക്ട് ചെയ്യാം അല്ലേ? ഓക്കെ, എല്ലാവർക്കും ഓക്കെ. ഒരുപാട് നാടുകളിൽ ചെന്നിട്ട് പലതരം ഫുഡുകൾ കഴിച്ചിട്ടുള്ളതല്ലേ. അതില് ഇവിടെ ഇപ്പൊ പറയാൻ തോന്നുന്നത് ദി ബെസ്റ്റ് എന്ന് പറയുന്നില്ല, ഒരു വെറൈറ്റി ആയിട്ടൊരു ഫുഡ് ചോദിച്ചാൽ എനിക്ക് പറയുന്നത് ഒരു വെറൈറ്റി ഐറ്റം കണ്ടപ്പോ എന്താ പറയുക, കൂട്ടത്തിലുള്ളതല്ല, ഇവിടെയല്ല, സഞ്ചരിച്ച കൂട്ടത്തില്, ട്രാവൽ ചെയ്ത കൂട്ടത്തില്. ഞാനിപ്പോ ട്രൈ ചെയ്ത കൂട്ടത്തിൽ നമ്മള് മധുര കഴിഞ്ഞിട്ട് ഒരു സ്ഥലമുണ്ട്, മറ്റേ അവിടെ നമുക്കൊരു ബൺ പൊറാട്ട സ്റ്റൈലല്ല, മട്ടനും കൂട്ടി മട്ടൻ ചാപ്സും കൂട്ടിയിട്ട് ഒരു പൊറാട്ട ചേർത്ത് ചെറിയ പൊറാട്ട, അത് നല്ലൊരു അടിപൊളി സാധനം തന്നെ. ശരിക്കും പൊറാട്ട കഴിക്കാത്ത വ്യക്തിയാണ് ഞാൻ. ഒരു പൊറാട്ട 2 പൊറാട്ട നിർത്തുന്ന അവിടെ പോയി കഴിഞ്ഞാൽ ഈ പൊറാട്ട കഴിക്കാത്ത ആൾക്കാണ്. ചെറിയ പൊറാട്ടാണ്, നമ്മൾ സാധാ പൊറാട്ട മാതിരി കല്ലിലിട്ടിട്ട് വെറുതെ ഇതാക്കില്ല, ഫ്രൈ ചെയ്യുന്ന പൊറാട്ടാണ്. അത് നമ്മൾ ആ മട്ടൻ ചാപ്സും കൂട്ടി കഴിക്കുന്നത് ഒരു ക്രിസ്പി സാധനമാണ്, സെറ്റാണ്. എനിക്ക് ഇഷ്ടം തോന്നിയാൽ ഞാൻ പൊറാട്ട കഴിക്കാത്തൊരു വ്യക്തിയാണോ ഹൃദയത്തിന് നമ്മുടെ പൊറാട്ട വേറെ, ഇത് വേറെ. അങ്ങനെ നെസ്റ്റോയിലെ പാചക മത്സരം തുടങ്ങിയത് ഒരു 3:30 മണിക്കാണ് കേട്ടോ. അപ്പോൾ 3:30 മണി തൊട്ട് 6 മണി വരെ ആയിരുന്നു. പിന്നെ ഈ ഒരു ബ്ലാക്ക് ഡ്രസ് ഇട്ടവരൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആളുകളായിരുന്നു കേട്ടോ. നമ്മൾ കുക്കിംഗ് ടൈമിൽ നമുക്ക് വെള്ളവും അതുപോലെ പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് തരാനൊക്കെ അവർ നമ്മൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിരുന്നു. അത് ഭയങ്കര സന്തോഷമായി കേട്ടോ. അതുപോലെ തന്നെ ലക്ഷ്മി മാഡാണ് ഇതിൻ്റെ ജഡ്ജും. അങ്ങനെ അയാളുടെ ചിക്കൻ റെഡിയാക്കി, അതുപോലെ തന്നെ ബിരിയാണി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ സ്റ്റഫ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. സ്റ്റഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ഒന്ന് ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തു. അതുപോലെ എൻ്റെ അപ്പുറത്തന്നെ നമ്മുടെ രജനി ചേച്ചിയാണ് കേട്ടോ. കരളി TV പായസറാണിയിൽ വിന്നറായിട്ടുള്ള ചേച്ചി ഉണ്ടായിരുന്നു. അതുപോലെ ഷെറീന, അങ്ങനെ ഒരുപാട് നമ്മൾ മുമ്പേ അറിയുന്ന ഒരുപാട്, ജാനകി ചേച്ചി, സീഫ് നീസ, അതുപോലെ തന്നെ ഷഹലിൻ ജംഷി എൻ്റെ കൂടെ വന്നാൽ ഞങ്ങൾ ഒരുമിച്ചാണ് കേട്ടോ പോയത്. അതുപോലെ ഒരുപാട് മത്സരങ്ങൾ വെച്ച് കണ്ട ഒരുപാട് ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. സാജി, തലശ്ശേരിയുള്ള തായറത്ത, അതുപോലെ അങ്ങനെ ഒരുപാട് വേറെ തായറത്തുണ്ട്. അങ്ങനെ ഒരുപാട് പേരുണ്ട് കേട്ടോ മത്സരിക്കാൻ. അങ്ങനെ 50 പേരുള്ള കേരള ബിഗ്ഗസ്റ്റ് ലൈവ് കുക്കിംഗ് ഷോ തന്നെയായിരുന്നു നെസ്റ്റോ നടത്തിയത്. അപ്പം ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കുക്ക് ചെയ്ത് മുത്ത് രജനി ചേച്ചി, തലശ്ശേരിയുടെ പൊന്നെ, നമ്മുടെ പായസറാണി വിന്നറായിട്ടുണ്ട് പല പാചക മത്സരത്തിലും. ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കിയിട്ടുള്ളത്? ചക്ക ബിരിയാണി, ചക്ക കട്ലറ്റ്, ചക്ക ഹൽവ. ചേച്ചിയാ ഈ ചക്കല്ലാത്ത കാലത്ത് ചേച്ചിന്റെ വീട്ടിൽ ചക്കല്ലേ? നമ്മുടെ വീട്ടില് ചക്കയുണ്ട്, ചക്ക വരട്ടി വെച്ചിട്ടുണ്ട്, അച്ചാറിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ സെയിൽ ചെയ്യലുണ്ട് അല്ലേ? നിങ്ങൾ പറഞ്ഞോളൂ നിങ്ങളെ കച്ചവടത്തിന്. തലശ്ശേരി, കോഴിക്കോട് ഭാഗങ്ങളൊക്കെ. തലശ്ശേരി കോടിയേരിയിലാണ് ഞാൻ പലതരം അച്ചാറുണ്ടാക്കുന്നുണ്ട്. ചക്കക്കാലത്ത് ഞാൻ 50 തരം ചക്കരപ്പുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഓണത്തിന് 2000 കിറ്റ് ശർക്കര ഉപ്പേരി. ഇതാ ശർക്കര ഉപ്പേരി ഞാൻ കൊടുത്തത് 2000 ഇത് ചക്ക ബിന്ധ്യ. നിങ്ങൾ ഓൺലൈനൊക്കെ എത്തിച്ചു കൊടുക്കൂലേ? ചേച്ചിന്റെ നമ്പർ ഞാൻ ഇതിൽ കൊടുക്കും. ഇപ്പോൾ വേണ്ടവർ ഇതിൽ ബന്ധപ്പെടാം. എല്ലാ സാധനങ്ങളും അച്ചാറ്, ശർക്കര വരട്ടി. നിങ്ങൾ പറഞ്ഞോളി. 7952598089. ഓക്കെ, അപ്പൊ എല്ലാരും ചക്ക ബിരിയാണി, 3 ലെയർ ബിരിയാണി, ചക്ക മടല്, ചക്ക. ഓക്കെ, അപ്പൊ വീണ്ടും കാണാല്ലേ? ക്ലിയർ
അങ്ങനെ നമ്മൾ നെസ്റ്റോ പാചകറാണി മത്സരത്തിലാണിത്. എന്നാൽ മലപ്പുറത്തേത്തിന് ഇവിടുന്ന് ഞാൻ പരിചയപ്പെട്ടു കേട്ടോ. നമ്മളോട് അവർ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുള്ളത് 3 ഐറ്റംസാണ്. സ്റ്റാർട്ടറും മാംഗോസും അതുപോലെ തന്നെ ഡെസേർട്ടും. അങ്ങനെ എല്ലാവരും വെറൈറ്റി കിഴി ബിരിയാണി, പല ഐറ്റംസ്, ടെൻഡർ ബിരിയാണി, പറയാനറിയില്ല അത്രയ്ക്ക് പേരുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് അടിപൊളി ടേസ്റ്റായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ കഴിക്കാൻ പറ്റി. അപ്പോൾ നെസ്റ്റോ സീസൺ 2 പാചകറാണി സീസൺ 2 ഒരു പ്രത്യേക ഒരു അനുഭവം തന്നെയായിരുന്നു. അനി പറഞ്ഞോ ഇതെന്താണെന്നറിയോ? പൂളിയും ചെമ്മീനും കട്ട്ലറ്റ്. ഇതെന്താണെന്നറിയോ? അറിയില്ല പറയാ. സ്പെഷ്യൽ എന്തിലായിട്ട് സ്പെഷ്യൽ? അതായത് ഇതിന്റെ ഇൻഗ്രീഡിയൻസിൽ തേങ്ങ ചുട്ടതാണ്. കൂടുതൽ മസാലകളില്ലാത്തൊരു ചിക്കൻ. റൈസ് ഇതും ലാലേട്ടന്റെ സ്പെഷ്യൽ തന്നെ. മെയിൻ റൈസ് ലാലേട്ടൻ എന്നെ കെട്ടുന്ന ഇങ്ങനെയാണ് ലാലേട്ടൻ കഴിക്കാറ്. ഇങ്ങനെയല്ല എനിക്കറിയോ. ഇത് ആപ്പിൾ ഡിലൈറ്റ് ലാലേട്ടൻ ഡെസേർട്ട്. ആക്കട്ടെ, ഇത് ലാലേട്ടൻ ഇഷ്ടമാണോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഇത് ലാലേട്ടൻ്റെ അടുത്ത് എത്തട്ടെ. ലാലേട്ടന്റെ അടുത്ത് മതിയോ? നല്ലല്ല ഇത് പറയണ്ട. ഇത് പിന്നെ ഓറഞ്ചിന്റെ മറ്റേത് ഓറഞ്ച് ഒരു ഇതില് ഇത് ഡെസേർട്ട്. ഇത് ആപ്പിളിന്റെ ഒരു ഇതില് ഇത് മിക്സ് ചെയ്ത് കഴിക്കാം. ഇത് ലാലേട്ടൻ ഇഷ്ടമാണോ എന്ന് എനിക്ക് അറിയില്ല, ഞാൻ ഉണ്ടാക്കിയതാണ്. ആയിക്കോട്ടെ. ഓക്കെ. താങ്കൾ വീട്ടിൽ കാറ്ററിംഗ് സർവീസ്? ലാലേട്ടൻ ചിക്കൻ മസാല ഫേമസ് ആണ്, കാരണം ഭയങ്കര ടേസ്റ്റ് ആണ്. ആയിക്കോട്ടെ, എല്ലാവരും ഉണ്ടാക്കി. അങ്ങനെ എൻ്റെ ജഡ്ജ്മെൻറ്റിൻ്റെ ടൈമിലുണ്ടായിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ലക്ഷ്മി മാമും പിന്നെ നെസ്റ്റോൻ്റെ ആളുകളും ആങ്കറും എല്ലാവരും വന്ന് ടേസ്റ്റ് ചെയ്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. പിന്നെ ഓരോ ദിവസം ഓരോ ഭാഗ്യം കാര്യങ്ങളൊക്കെ വേണ്ടേ. അങ്ങനെ പ്രൈസൊക്കെ കിട്ടിയത് വേറെ ആൾക്കാർക്കാണ്. അപ്പം അതിൻ്റെ വീഡിയോ ഒക്കെ ഇതിലുണ്ടെങ്കിൽ കാണുക, സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം കേട്ടോ. ചിക്കൻ്റെ കൂടെ ബിരിയാണി അത് മൊത്തത്തിലെങ്ങനെ പറയണം. ചിക്കൻ ബിരിയാണി പിന്നെ ഇത് ഇടപ്പഴം എനിക്ക് കറി ചോദിക്കുന്ന മസാല. ഇത് പ്രോൺസ്, ഇത് ബനാന കറി. ഇടപ്പഴം കാണിച്ചു. അപ്പുറത്ത് പോയി എടുക്കണ്ടേ? ഇന്ത്യയിലും അനിലും എടുത്തിണ്ടോ? മസാല മസാല സ്നേഹത്തോടെ വെൽക്കം ചെയ്യുന്നു.
5th പൊസിഷൻ. 6ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് ഷെനിമ സലീം. നല്ല കൈയടിയാവാ. സമ്മാനം നൽകുന്നതിനായി അവർ കാറ്റഗറി മാനേജിംഗ് ഫ്രോസൺ ഫുഡ് മിസ്റ്റർ ഷാനവാസ് സാർ സാറിനെയും അതോടൊപ്പം തന്നെ അവരുടെ FMG മിസ്റ്റർ ആഷിഖ് സാർ രണ്ടുപേരെയും ക്ഷണിക്കുകയാണ്. ഇവിടെ 4th പ്രൈസ് വിന്നറിന് ഒരു സമ്മാനം നൽകുന്നതിനായി രണ്ടുപേരെയും ഒത്തിരി സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. Yes, here we have our 4th prize winner, test number 2. So congratulations everyone. നല്ലൊരു കൈയടിയാവാ. ഇനി നമ്മൾ ഈ വർഷത്തെ നെസ്റ്റോ പാചകറാണി കോമ്പറ്റീഷന് ക്രൂഷ്യലായിട്ടുള്ള ആദ്യത്തെ 3 സ്ഥാനങ്ങൾ കണ്ടുപിടിക്കാനുള്ള ആ ഒരു സമയത്തിലേക്കാണ് പോകുന്നത്. ഇനി നമുക്ക് ഗസ്റ്റ് കുറച്ചുകൂടി എളുപ്പമായിരിക്കും അല്ലെ? ഇവിടെയുള്ള ഈ 3 പേരിൽ നിങ്ങൾ 3 പേരൊന്ന് ഫ്രണ്ടിലേക്ക് കയറി നിൽക്കാം. ഇന്നത്തെ പാചകറാണി അതല്ലെങ്കിൽ നെസ്റ്റോ സീസൺ 2 പാചകറാണി ആരാണെന്നുള്ളത് ലക്ഷ്മി മാം അവരുടെ തലയില് അണിയിച്ചുകൊണ്ട് തീരുമാനിക്കും. നിങ്ങൾ പറയുക ആരാണ്, ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? ശരിക്കും നമുക്ക് അവരോട് എങ്ങനെയുണ്ട് ആവോ? ആരായിരിക്കും? കോഴിക്കോട്, ഒരാള് കണ്ണൂര്, ഒരാള് തൃശ്ശൂർ. ഏത് ജില്ലക്ക് പോകും? കണ്ണൂർ, തൃശ്ശൂർ, കോഴിക്കോട്. കണ്ണൂരുണ്ട്, തൃശ്ശൂരുണ്ട്, കോഴിക്കോടുണ്ട്. ഏത് ജില്ലയിലേക്കാണ് നെസ്റ്റോ പാചകറാണി സീസൺ 2? ഇവിടെയുള്ള കണ്ണൂരുകാരൊക്കെ എവിടെ? കോഴിക്കോടുകാരൊക്കെ എവിടെ? തൃശ്ശൂരുകാർ